ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഒരു മാറ്റം സംഭവിക്കുവാൻ ഒരു നിമിഷം യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക, അവനെ ഏറ്റുപറയുക, അവന്റെ മകനായി തീരുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ അവന് എന്ത് പ്രയോജനം? മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാണ് വിശുദ്ധ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? നേർച്ച കഴിച്ചാൽ മതിയോ? യാഗം കഴിച്ചാൽ മതിയോ? ദാനധർമ്മങ്ങൾ ചെയ്താൽ മതിയോ? അത് യാഗമായിരുന്നുവെങ്കിൽ അനേകർക്ക് അത് കഴിയുമായിരുന്നു, പണമുള്ളവർക്ക് അത് കഴിയുമായിരുന്നു. എന്നാൽ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്നതല്ല രക്ഷ. സ്തോത്രം, ഹല്ലേലൂയ. സമ്പത്ത് കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല, സ്വാധീനം കൊണ്ട് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്. രക്ഷ ദാനമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. അതുകൊണ്ടാണ് സകല മനുഷ്യരിലും മരണം, സകല മനുഷ്യരും മരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പാപത്തിന്റെ ശമ്പളം. ആ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് മാനവജാതിയെ രക്ഷിക്കുവാൻ, മരണത്തിൽ നിന്നൊരു വിടുതൽ തരുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷാ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനോട് കൂടിയായിരുന്ന മനുഷ്യൻ പാപം ചെയ്തത് മൂലമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കൊണ്ടപടിയായി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് ഇന്ന് മുമ്പേ നാം പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അനുഭവങ്ങളെ, എവിടെ നോക്കിയാലും മദ്യത്തിനടിമയായ തലമുറകളെ, മയക്കുമരുന്നിനടിമയായ തലമുറകളെ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആ തലമുറകളെ, ഭവനത്തിൽ മദ്യപാനിയായിരിക്കുന്ന പിതാവ് ഉള്ളിടത്തോൾ ആ കുടുംബത്തിൽ എന്ത് സമാധാനം? വീട്ടിൽ കയറി വരുന്ന ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവ്, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ, പതറിപ്പോകുന്ന കുടുംബങ്ങൾ, കലക്കം സംഭവിക്കുന്ന കുടുംബങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടവട്ടം ഓടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ്. ആ യേശുവിനെ സ്വന്തം രക്ഷകനായി, ആ യേശുവിനെ നിന്റെ രക്ഷകനായി, ഹല്ലേലൂയ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമത്തെ നീ ഏറ്റുപറയുമെങ്കിൽ സമാധാനമില്ലാത്ത കുടുംബത്തിൽ വസിക്കുന്ന സഹോദര സഹോദരി തലമുറയെ, നിന്നോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, നിനക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്, നിനക്ക് വേണ്ടിയാണ് രക്ഷാനായകൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. ആ രക്ഷകനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ, അവനെ നീ ഏറ്റുപറയുന്നുവെങ്കിൽ, അവന്റെ അടുക്കലേക്ക് നീ അടുത്തു ചെല്ലുന്നുവെങ്കിൽ, അവനെ തേടി, നിന്നെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന ആ രക്ഷകനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ, അവന്റെ അടുക്കലേക്ക് നീ ഒന്ന് അടുത്തു ചെല്ലുന്നുവെങ്കിൽ, ഒരു വാക്ക് നീ ഹൃദയം കൊണ്ട് ഒന്ന് ഉരുവിട്ടിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിനക്കും രക്ഷയുണ്ടാകുവാൻ ഇടയാകുമായിരുന്നു. ആ രക്ഷ നിനക്ക് വേണ്ടി ഒരുക്കുവാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നീ സമാധാനമില്ലാത്ത ഉടലന്റെ ആവശ്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ, നിനക്കാരുമില്ല എന്നുള്ള ചിന്ത നീ, ഹല്ലേലൂയ, നിന്നെ ഭരിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്ക് ജീവൻ തന്ന ഒരുവനുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ അടുക്കൽ, അവനിൽ നിന്ന് നീ അകന്നു പോയത് കൊണ്ടാണ് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായത്, നിന്റെ വീട്ടിൽ സ്വസ്ഥതയില്ലാത്തത്, നീ ഒരു മദ്യപാനിയായി തീരുവാനിടയായത്, നീ ഒരു മയക്കുമരുന്നിന് അടിമയായി തീരുവാൻ ഇടയായത്, സർവ മൂല്യങ്ങളും വെടിഞ്ഞ് നിന്റെ ഇഷ്ടം പോലെ നീ ഓടുന്നതിന്റെ പിന്നിലത്തെ രഹസ്യം അവനിൽ നീ അകന്നു പോയതാണ് കാരണം. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. ആ യേശു നിന്നെ വിളിക്കുകയാണ്. നീ അവന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്തു ചെല്ലുക. അവന്റെ സമാധാനം അവൻ നിനക്ക് തരുന്ന കർത്താവാണ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു തരുന്ന സമാധാനം എന്ന് പറയുന്നത് അത് മറ്റാർക്കും നമ്മൾ എടുത്തു കളയുവാൻ കഴിയത്തില്ല. അത് നിലനിൽക്കുന്ന സമാധാനമാണ്, അത് നിത്യമായ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അംഗീകരിച്ച് ഒരു ദൈവവേദന്റെ ജീവിതത്തില്
പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രതിസന്ധിയിൽ അവനെ നിർത്തുവാൻ യേശു അവനോട് കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കുറച്ചു പേര് ഇവിടെ നിന്നുകൊണ്ട് ഈ യേശുവിനെ വിളിച്ചു പറയുന്നതിന്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ കൂടിയൊക്കെ കടന്നുപോയവരാ. ഒരു കാലത്ത് ദൈവത്തെ അറിയാത്തവരായിരുന്നു. എന്നാൽ ആ യേശു ഞങ്ങളെ തേടി വന്നു. ഹല്ലേലൂയ. അവന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾ അവനെ അംഗീകരിച്ചു. അവന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ഹല്ലേലൂയ ഞങ്ങൾക്ക് കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചു. അതിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാകുന്ന സന്തോഷം അറിയാത്ത പലരെയും അറിയിക്കുക എന്നുള്ള ആ രക്ഷയുടെ സന്ദേശം നിങ്ങളോടും അറിയിക്കുവാൻ യേശുക്രിസ്തു ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് അത് അറിയാത്തവരോട് അത് വിളിച്ചു പറയുകയാണ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സമാധാനമില്ലാതെ അലയേണ്ട കാര്യമില്ല, നീ ഉടലേണ്ട കാര്യമില്ല. മയക്കുമരുന്നിനും ഹല്ലേലൂയ മദ്യത്തിനും നീ അടിമയായി യാത്ര ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കുമെന്ന് നീ പലപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ അതേ മനുഷ്യർക്ക് കഴിയത്തില്ല, എന്നാൽ ദൈവത്തിന് കഴിയും. നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ അവനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നുവെങ്കിൽ, ആ രക്ഷകനെ നിന്റെ കർത്താവായി നിന്റെ രക്ഷകനായി അംഗീകരിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൽ കൂടിയുള്ളതാകുന്ന ആ രക്ഷയുടെ സന്തോഷം എനിക്കും നിനക്കും അത് പ്രാപിക്കുവാൻ വേണം അതേ ഇടയാകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആ രക്ഷ ഇപ്പോഴാകുന്ന സുപ്രഭാത കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആരെന്നെ സഹായിക്കും, എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ എന്ന് നീ ഭാരപ്പെട്ട് ഹൃദയം ചഞ്ചലപ്പെട്ട് ജീവിതം ഒടുക്കിക്കളയാ എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ മാറി വിളിക്കുകയാണ്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രഭാത കാലം നീ വാഞ്ചിക്കുന്നുവെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഹല്ലേലൂയ. യേശു തരുന്ന രക്ഷ അത് ആരും എടുത്തു കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ എന്നേക്കും യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിന്റെ വെളിച്ചത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ നീ പാപിയായിരിക്കുന്നു എന്നൊരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഏതിടങ്ങളിലായിരുന്നാലും അവിടെ നിങ്ങൾ കണ്ണുകളെ അടയ്ക്കുക. നിങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക ഈ രക്ഷാനായകനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഏറ്റുപറയുക. നാം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദൗത്യവുമായി ദേശത്ത് വിവിധയിടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്കിടയായി ഇവിടെയും കടന്നു വന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരിക്കലോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ല മറ്റൊരു നാമവുമില്ല എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിടെ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നല്ലോ. ഈ വചനം കേട്ട് തങ്ങളെ സമർപ്പിച്ച് കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയം സമർപ്പിക്കപ്പെട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് കർത്താവ് മാറ്റം വരുത്തണമേ. പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് കർത്താവെ ഒരു മാറ്റം അവരുടെ ജീവിതത്തില് ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കണമേ എന്ന് ഇളിവൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ. കൃപ കൊണ്ട് പൊതിയണം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ.